തൃശ്ശൂരുള്ള കോലഴി പഞ്ചായത്തിലെ ഒരു വോട്ടർക്ക് ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം കേരളം ഭിന്നശേഷി സൗഹൃദമല്ല ഇപ്പോഴും എന്നുള്ളതുകൊണ്ടാണ്. 2016 ശ്രീ പിണറായി വിജയൻ ഭരണമേറ്റ അതേ വർഷത്തിലാണ് ഭിന്നശേഷി നിയമം വന്നത്. അതനുസരിച്ച് കേരളത്തിലെ എല്ലാ സ്കൂളുകളും ആശുപത്രികളും മാളുകളും അതുപോലെ പെട്രോൾ പമ്പിലെ ടോയ്ലറ്റും ഇതെല്ലാം ഭിന്നശേഷിക്കാർക്കും കൂടെ ഉപയോഗിക്കത്തക്ക വിധത്തിൽ റാമ്പുകൾ ഉണ്ടാവണമെന്നുള്ളത് നിർബന്ധമാണ്. റാമ്പുകൾ വേണമെന്നുള്ളത് നിയമമാണ്. ഇവിടെ കോലഴി പഞ്ചായത്തിൽ തൃശ്ശൂർ ജില്ലയിൽ അവിടെ ഒരു LP സ്കൂളിൽ, സർക്കാർ സ്കൂളിൽ ഒരു സീന എന്ന് പറയുന്ന ഒരു പ്രായമായ ഒരു സ്ത്രീക്ക് വീൽ ചെയറിൽ വന്നു. സ്കൂളിലേക്ക് കടക്കാൻ റാമ്പില്ല. അപ്പോൾ ആ സ്ത്രീ വോട്ട് ചെയ്യാതെ മടങ്ങി. ഭിന്നശേഷി സൗഹൃദമല്ല സർക്കാർ സ്കൂള് എന്നുള്ളതുകൊണ്ട്. സർക്കാർ സ്കൂളുകളിൽ ഈ 2016 ഭിന്നശേഷി നിയമം നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം PWDക്കാണ്. അതായത് ശ്രീ പിണറായി വിജയൻ്റെ മരുമകനാണ് ഉത്തരവാദിത്വം. എല്ലാ സർക്കാർ സ്കൂളുകളിലും ഭിന്നശേഷി സൗഹൃദമായിട്ട് റാമ്പുകൾ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ അതില്ല. പഞ്ചായത്ത് സാധാരണഗതിയിൽ ഒരു പ്രൈവറ്റ് സ്കൂളിന് NOC കൊടുക്കണമെങ്കിൽ ഈ റാമ്പില്ലേ കൊടുക്കില്ല. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ച് സാധാരണ ആശുപത്രികൾ, സ്കൂളുകൾ, മാളുകൾ, ഷോപ്പിംഗ് മാളുകൾ, സർക്കാർ ഓഫീസുകൾ, ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു പെർമിറ്റ് കൊടുക്കണമെങ്കിൽ, അതായത് ഒക്യുപ്പൻസിക്കുള്ള പെർമിറ്റ് കൊടുക്കണമെങ്കിൽ റാമ്പ് നിർബന്ധമാണ്. പക്ഷേ സർക്കാർ സ്കൂളിന് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. ഈ നിയമങ്ങൾ ബാധകമല്ലാതിരിക്കുന്നത് ശരിക്കും സർക്കാർ സ്കൂളുകൾക്ക് നല്ലൊരു കാര്യമാണോ? അതുപോലെ ഈ സീന എന്ന് പറയുന്ന സ്ത്രീക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന കാര്യത്തിൽ ആ പ്രദേശത്തുള്ളവർക്ക് പല അഭിപ്രായമുണ്ട്. ഒന്ന്, 3-4 പേര് കൂടി ഈ വീൽചെയറോടുകൂടി ഈ സ്ത്രീയെ അകത്തെടുത്ത് കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ചു കൂടായിരുന്നോ? 2, പ്രിസൈഡിങ് ഓഫീസർക്ക് പുറത്തേക്ക് വന്ന് ഈ സ്ത്രീയുടെ അടുത്തേക്ക് വന്ന് വോട്ട് ചെയ്യിച്ചു കൂടായിരുന്നോ? ഓപ്പൺ വോട്ട് ചെയ്തുകൂടായിരുന്നു ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്ത്? ഇല്ലെങ്കിൽ പോസ്റ്റൽ വോട്ട് പാടില്ലായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ്. പക്ഷേ ഈ ഭിന്നശേഷി സൗഹൃദ കേരളത്തിൽ 3-4 പേര് കൂടി ഒരു വീൽ ചെയറിലുള്ള ഒരു സ്ത്രീയെ അകത്ത് കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കുക എന്നുള്ളതാണോ നിയമം? തീർച്ചയായിട്ടും നിയമം അതല്ലല്ലോ. അപ്പോൾ പിന്നെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇവിടെ ഭിന്നശേഷി സംസ്കാരം ആയിട്ടില്ല. അതുപോലെ സർക്കാരിൻ്റെ തന്നെ സ്കൂളിൽ ശ്രീ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാസമ്പന്നനായ മന്ത്രി നേതൃത്വം നൽകുന്ന ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്കൂളുകൾക്ക് ഈ ഭിന്നശേഷി നിയമം നടപ്പാവണ്ടേ? തീർച്ചയായിട്ടും നിയമം നടപ്പാക്കാതിരിക്കുന്ന ഒരു മന്ത്രി അല്ലല്ലോ ശ്രീ ശിവൻകുട്ടി. അതുപോലെ ശ്രീ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു സ്ഥാനത്തും നിയമം നടപ്പാക്കാതിരിക്കുന്ന ഒരാളല്ല പോലീസിൻ്റെ കൂടി മന്ത്രിയായ മുഖ്യമന്ത്രി. പക്ഷേ എന്തുകൊണ്ട് കോലഴി പഞ്ചായത്തിൽ അവിടുത്തെ MLA തന്നെ ഒരു CPMൻ്റെ MLA ആണ്? എന്നിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇനി ഇതിന് വേറൊരു വശമുണ്ട്. ഈ വോട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ശ്രീമതി സീന എന്ന സ്ത്രീ, അവർ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ജോലി ചെയ്ത ശേഷം വിരമിച്ച ഒരാളാണ്. അപ്പോൾ അതും വിദ്യാഭ്യാസത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ലെവലിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവരൊക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്തപ്പോൾ നിയമം പാലിക്കണമെന്നുള്ള ഒരു കാര്യം നടപ്പാക്കിയില്ല? അവർ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലീഡർഷിപ്പ് പൊസിഷനിലുള്ളതാണ് വകുപ്പിൽ. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് നിയമം നടപ്പാക്കിക്കൂടായിരുന്നു അവരുടെ സമയത്ത് തന്നെ? അപ്പോൾ അതിന് തടസ്സം ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആണോ എന്നുള്ളത് വേറൊരു വിഷയം. അത് തീർച്ചയായിട്ടും ഒരു വിരോധാഭാസം തന്നെയാണ്. പക്ഷേ അവർക്ക് ചിലപ്പോൾ ഈ റാമ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയി ഒരു പ്രതിഷേധം അറിയിച്ചത് ഒരു ഉദ്യോഗസ്ഥയായിട്ട് ഇതേ വകുപ്പിൽ ജോലി ചെയ്തപ്പോൾ ഈ സ്കൂളുകളൊക്കെ നവീകരിക്കണമെന്നും നമ്മുടെ ഇപ്പോഴത്തെ PM ശ്രീ പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കണമെന്നും അല്ല അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് ചിലപ്പോൾ പറഞ്ഞിരുന്ന, അത് ആഗ്രഹമുണ്ടായിരുന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ നിയമം തെറ്റിച്ച ഒരു സ്കൂളിൽ ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്ന് ഒരു തീരുമാനമെടുത്ത് ജനശ്രദ്ധയിൽ ഇവിടെ നിയമം തെറ്റിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ആ സ്ത്രീ കൊണ്ടുവന്നത്. അത്
തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. കാരണം കേരളത്തിൽ ശ്രീ പിണറായി വിജയന് 2 നിലയുള്ള അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നമ്മുടെയൊക്കെ പണം ഉപയോഗിച്ച് ഒരു ലിഫ്റ്റ് വെക്കാൻ പറ്റും. അദ്ദേഹത്തിന് മുകളിലേക്ക് കയറുന്നതിന് വേണ്ടി ലിഫ്റ്റ് ഉണ്ട് 2 നിലയുള്ള വീട്ടിൽ. എത്രയോ ലക്ഷം മുടക്കിയാണ് ആ ലിഫ്റ്റ് വെച്ചിരിക്കുന്നത്. അത് നുള്ള പണം അദ്ദേഹത്തിനുണ്ട്. അതേസമയം സാധാരണ പാവങ്ങൾ പഠിക്കുന്ന ഒരു സർക്കാർ LP സ്കൂളിൽ ഈ ഭിന്നശേഷി നിയമം നടപ്പാക്കുന്നതിന് അദ്ദേഹത്തിന് പണം കണ്ടെത്താൻ പറ്റിയില്ല, അതിനുള്ള സമയമില്ല എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ബസ്സിൽ ഈ കേരളം ഒട്ടാകെ ചുറ്റി സഞ്ചരിച്ചിരുന്നു. ആ ബസ്സിലാണേലും അദ്ദേഹത്തിന് കയറാനിറങ്ങാൻ ആ ബസ്സിൽ തന്നെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഇങ്ങനെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൈ വീശുന്നത് ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പിറങ്ങുകയല്ല, ലിഫ്റ്റാണ്. ബസ്സിൽ പോലും മുഖ്യമന്ത്രിക്ക് ലിഫ്റ്റ് വെക്കുന്ന ഈ നാട്ടിൽ വോട്ട് ചെയ്യാൻ ഒരു വോട്ടർക്ക് റാമ്പ് സർക്കാർ ചെയ്തില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വളരെ നാണക്കേടുണ്ടാകുന്നൊരു കാര്യമാണ്.